ജങ്ക് ഫുഡ്സ് കഴിക്കൽ കൂടുന്നുണ്ടോ എന്ന് തോന്നുമ്പോൾ ഉള്ളൊരു റിഗ്രഷൻ ഉണ്ടാവാറില്ലേ? ആ റിഗ്രഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാത്രി ഒരു ഹെൽത്തി സാലഡ് കഴിക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വീറ്റ് കോൺ ഉണ്ടല്ലോ, അത് വേവിച്ച് വെച്ചിട്ടുണ്ടായി, അതെടുത്തു. പിന്നെ ഹെൽത്തി സാലഡ് എന്ന് പറയുമ്പോൾ ക്യൂക്കുംബറിന് ഉറപ്പായിട്ടും ഒഴിവാക്കാൻ പറ്റില്ല. ആ പാളെ കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാരറ്റ്, ഇത് എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്, അതുകൊണ്ട് അതും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുക്കുന്ന സാധനം എന്ന് പറയുന്നത് ചിക്കനാണ് കേട്ടോ. ചിക്കൻ ഇവിടെ ഒരുപാട് മസാലകളൊന്നും ഇട്ട് കുത്താതെ ജസ്റ്റ് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ബട്ടർ ഉണ്ടല്ലോ, ബട്ടറിലിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. അതിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് സ്ക്യൂസ് ഓഫ് ലെമൺ ജ്യൂസാണ്, അതായത് നമ്മുടെ നാരങ്ങാനീര് പിഴിയുമ്പോൾ അതിൻ്റെ കുരു അതിനകത്ത് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൈ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ആ പിഴിയുന്ന സാധനമൊക്കെ എടുത്ത് വരാനുള്ള മടി കൊണ്ടാണ് കേട്ടോ. പിന്നെ അതിനെ ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ശ്വാസം വരെ പുറത്തേക്ക് എടുക്കുക. പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറയാനാണെങ്കിൽ ഇത് ഞാനല്ല കഴിച്ചത്, ഏട്ടനാണ് കേട്ടോ. ഏട്ടൻ നല്ലതാന്നൊക്കെയാണ് പറഞ്ഞ്. ഏട്ടനൊരു ഹെൽത്തി കൂട്ടനായതുകൊണ്ട് ഏട്ടന് ഡിന്നറിന് ഇത് മതി. പക്ഷേ എനിക്കിത് ഉണ്ടാക്കി കൊടുക്കാനേ ഇഷ്ടമുള്ളൂ, കഴിക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ പോയി മീൻ കറിയും ചോറും കഴിക്കട്ടെ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ, സീ യു.